നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തു പ്രായശ്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? എന്റെ അച്ഛനോട് ക്ഷമിച്ച ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്ത് പ്രത്യുപകാരമാണ് ചെയ്യേണ്ടത്? മോളെ, എന്താ ഒരു വിഷമം? ഞാൻ എന്നെക്കുറിച്ച് എന്നോട് തന്നെ ചോദിക്കായിരുന്നു ആന്റി. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്നും ഒടുവിൽ ഞാൻ എവിടെയാ നിൽക്കുന്നതെന്നും സ്വയം ചോദിക്കായിരുന്നു. എനിക്ക് നീ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവും മോളെ. ഞാനാ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അന്ന് എന്റെ കണക്ക് കൂട്ടലുകളെല്ലാം മറ്റു പലതുമായിരുന്നു. പക്ഷേ ഇപ്പൊ അതിനെല്ലാം വിപരീതമായ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് മോൾ ഇവിടെ വരുമ്പോ ഈ ആന്റി ഒരു ചുറുചുറുക്കും തന്റേടവുമുള്ള സ്ത്രീയായിരുന്നു. പക്ഷെ ഇപ്പോഴോ ദിവസങ്ങൾ എണ്ണി കഴിയുന്ന ഒരു ക്യാൻസർ പേഷ്യന്റായി മാറിയിരിക്കുന്നു. ആന്റി, എന്തിനാ വീണ്ടും വീണ്ടും ആന്റി ഇതുപോലുള്ള വാക്കുകൾ പറയുന്നത്? പറയണം മോളെ. എല്ലാവർക്കും ജീവിതം ഒന്നേ ഉള്ളൂ. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. മോൾക്കറിയോ, ഒരു പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളായിരിക്കും ഈ ആന്റി. ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ഭാവന ഇപ്പൊ എന്റെ സൂര്യയുടെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. കുറ്റബോധത്തിനപ്പുറം ഞാനിപ്പോ ഭാവനയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മോളെ. എന്റെ സൂര്യയുടെ കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യമെങ്കിലും ഈശ്വരൻ എനിക്ക് തരണേന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ആന്റിക്ക് ഒന്നും സംഭവിക്കില്ല. തെറ്റുകളും ആർക്കും സംഭവിക്കും. പക്ഷേ ആ തെറ്റുകൾ നമ്മൾ സ്വയം മനസ്സിലാക്കി തിരുത്തുമ്പോഴാ നമ്മളൊക്കെ മനുഷ്യരായി മാറുന്നത്. അതെ മോളെ, ഇനി ഈ ആന്റിയുടെ തീരുമാനം അത് തന്നെയാ. കഴിഞ്ഞതെല്ലാം എന്നെ ബാധിച്ചിരുന്ന മറ്റൊരു ക്യാൻസറായി ഞാൻ മറക്കാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും ജീവിക്കണം. കൊതി തീരും വരെ ജീവിക്കണം. അതുപോലെ നിന്റെ ഭാവി, അത് ഞാൻ കാരണം നശിക്കാൻ പാടില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങളെല്ലാം തയ്യാറാ. അറിയാം ആന്റി, ഞാൻ എന്താവശ്യപ്പെട്ടാലും ആന്റി ആയാലും മറ്റുള്ളവരായാലും എനിക്കത് സന്തോഷത്തോടെ തരും. അത്രമാത്രം നിങ്ങളെല്ലാം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ അച്ഛനോട് ക്ഷമിക്കാൻ തോന്നിയ ആന്റിയോടും സൂര്യയോടും ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി അക്കാര്യങ്ങളൊന്നും മോൾ ഓർക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നമ്മളെ ബാധിച്ച മാരകമായ ഏതോ വൈറസുകളായിരുന്നു. ഇനിയും നമ്മളതൊക്കെ ചിന്തിക്കാൻ പോയാ ഇപ്പൊ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടും. ഇപ്പൊ എന്റെ മനസ്സിൽ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഭാവനയുടെ വയറ്റിൽ വളരുന്ന എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റോ അതൊക്കെ ചെയ്യണം. അതിനുവേണ്ടി എന്റെ മോള് ഈ ആന്റിക്കൊപ്പം നിൽക്കണം. നിൽക്കില്ലേ? ഉറപ്പായിട്ടും ആന്റിക്കൊപ്പം ഞാനും ഉണ്ടാവും. സൂര്യയുടെ കുഞ്ഞിനെ ആന്റിയുടെ ഈ കൈകൾ കൊണ്ട് തലോടുക തന്നെ ചെയ്യും. ആന്റി ധൈര്യമായിട്ടിരിക്കെ. മോളുടെ ഈ വാക്കുകൾ സത്യമുള്ളതായിരിക്കട്ടെ. ഞാനല്ലേ പറയുന്ന ആന്റി, നമ്മുടെ ഈ വീട് ഇനി മുതൽ സ്നേഹം മാത്രം പങ്കുവെക്കുന്ന വീടായിരിക്കും. എന്തിനും ഏതിനും ഒരു തണലായി ഞാനും ഉണ്ടാവും.
ഞാൻ വരാൻ പറഞ്ഞെന്നറിയോ? ഇല്ല ആന്റി. മോളെന്നും ദീർഘസുമംഗലിയായിരിക്കണം. ഭർത്താവിനോടുള്ള വിശ്വാസവും സ്നേഹവുമാണ് ഏതൊരു പെണ്ണിന്റെയും നെറ്റിയിലെ ഈ സിന്ദൂരം. എപ്പോഴും മോളുടെ നെറുകയില് ഇതുണ്ടാവണം. ശരി ആന്റി. എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? മരിക്കുമ്പോഴും സുമംഗലിയായി തന്നെ മരിക്കണമെന്ന്. മോളുടെ നെറുകയിൽ സിന്ദൂരം തൊട്ടുതരാനുള്ള ദൈവവിധി ഈ ആന്റിക്കായിരുന്നു. ചിലപ്പോ ഞാൻ മോളോട് ചെയ്തതിനെല്ലാം ദൈവം എന്നെ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യിക്കുന്നതാവും. അങ്ങനെയൊന്നും പറയല്ലേ ആന്റി. കഴിഞ്ഞതൊന്നും ഒരു തരിമ്പ് പോലും ഞാൻ ഓർക്കാറില്ല. ആന്റിയോട് എനിക്കൊരു അകൽച്ചയുമില്ല. ഓരോ നിമിഷവും ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ആന്റിയുടെ ദീർഘായുസിനും വേണ്ടിയേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. മോൾ അങ്ങനെ ചെയ്യുമെന്ന് ഈ ആന്റിക്ക് അറിയാം. നോക്ക്, സമയാസമയം കൃത്യമായും ആഹാരം കഴിക്കണം. എന്താവശ്യം വന്നാലും ആന്റിയോട് പറയണം. പറയാന്റി. ഇവിടെ നീയല്ല നഴ്സ്, ഞാനാ. കേട്ടല്ലോ? കേട്ടു കേട്ടു. ശരീരത്തിൽ എപ്പോഴും ജലാംശം വേണം. അതിന് വെള്ളം ധാരാളം കുടിക്കണം. ഈ സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ കഴിച്ചോളാം. അത് വേണ്ട, സമയാസമയം ഞാൻ തന്നോളാം. മോള് കഴിച്ചാ മതി. ആ മോള് തൊഴുതോ, ഞാൻ വരാം. ശരി ആന്റി. ആന്റി, ആന്റി എന്ത് ചെയ്യാ? നിനക്ക് വേണ്ടി ഇന്നൊരു സ്പെഷ്യൽ ഷേക്ക് ഉണ്ടാക്കുക. എന്താ ആന്റി? ആന്റി എന്തിനാ കിച്ചണിൽ കയറിയത്? അതിന് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അതിനിപ്പോ എന്താ? ഞാനിത് ആദ്യമായിട്ടൊന്നും ചെയ്യുന്നതല്ലല്ലോ. ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും ഇതുപോലൊരു ഷേക്ക് മോള് കുടിക്കണം. എന്നാലേ എന്റെ പേരക്കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ വരാൻ പറ്റും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആന്റിയുടെ ഒരു കാര്യം. ഒന്നാമതേ ആന്റിയുടെ കാര്യം അറിയാലോ. ഇപ്പൊ നല്ല മാറ്റം തോന്നുന്നുണ്ട്. അതിന് കാരണം നല്ലതുപോലെ റെസ്റ്റ് എടുത്തിട്ടാ. അറിയോ? അതൊക്കെ എനിക്കറിയില്ലേ. നേര് പറഞ്ഞ ഞാനിപ്പോ മോളുടെ നല്ല മനസ്സിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാൻ എന്റെ മോളോട് ചെയ്തതൊക്കെ എത്ര വലിയ ചതികളായിരുന്നു എന്ന് ആലോചിക്കും തോറും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. ആന്റി ഇങ്ങനെ വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ പറയാതെ ആന്റി. അതൊക്കെ ഒരു പഴങ്കഥ പോലെ അങ്ങ് മറന്നേക്ക്. ഇല്ല മോളെ, അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളത്. മോളുടെ സ്ഥാനത്ത് മറ്റേത് പെണ്ണാണെങ്കിലും ഈ ജന്മത്തെ എന്നോട് ക്ഷമിക്കില്ലായിരുന്നു. അത്രമാത്രം ക്രൂരതകളാ ഞാൻ നിന്നോട് ചെയ്തത്. പ്ലീസ് ആന്റി, ആന്റി ഇങ്ങനെ പറയുമ്പോ എനിക്കും അതൊരു പ്രയാസം. എന്താ
ഇതേ അമ്മായിമ്മമാരോട് ഒരു ചർച്ച. അല്ല, എനിക്ക് കൂടി കേൾക്കാവോ? അതെന്താ അങ്കിളെ അങ്ങനെ ചോദിച്ചത്? ഞങ്ങൾക്ക് ഇവിടെ രഹസ്യമൊന്നുമില്ല. ഞാൻ ഭാവനയോട് ചെയ്ത അപരാധങ്ങളെക്കുറിച്ച് പറയായിരുന്നു ദേവേട്ട. ഭാവന മോളുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഇന്നത്തെ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു? ആന്റിക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകളേ ഉള്ളൂ അങ്കിളെ. സ്വയം തോന്നുന്ന തിരിച്ചറിവുകൾ നല്ലതാ മോളെ. ഇവിടെ ജയ ഇപ്പൊ 10-25 വർഷം പിന്നിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നേ.